ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ അവസാനം വന്ന കേസാണ് വേടൻ്റെ വിഷയം. വേടനൊരു യുവ ഡോക്ടറെ വർഷങ്ങളായി പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ വർഷങ്ങളായിട്ട് പീഡിപ്പിക്കുക? 1-2 പ്രാവശ്യം ഓക്കെ, ഈ വർഷങ്ങളായിട്ട് പീഡിപ്പിക്കുന്നതിൻ്റെ മാനദണ്ഡം എങ്ങനെ? ഈ കെട്ടിയിട്ട് എന്താ പറയുക, ഒരു റൂമിൽ അങ്ങനെയാണോ? എന്താണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് ന്യൂസുകൾ ഇങ്ങനത്തെ കേൾക്കുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വരാണ്ട്. ഈ വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ തുണി അയച്ചു കൊടുക്കണം എന്തിനാ? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതിൻ്റെ ഒരു കാര്യം. വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ അത് കണ്ടു പറഞ്ഞ് തയ്ച്ചു കൊടുക്കുകയാണോ, അതോ എന്നെ പീഡിപ്പിച്ചവർ കടന്നു കൊടുക്കുകയാണോ? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ആണുങ്ങളോട് പറയാനുള്ളത്, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് മുള്ളിനാണ്, മുള്ളിൻ്റെ മോന ഒടിയും. ഇപ്പോൾ മിഞ്ഞാത്തൊരു ന്യൂസാണ് കണ്ടത്. 15 വയസ്സുകാരി വിവാഹിതനായ തൻ്റെ ആൺസുഹൃത്തിനെ പെടുത്താതിരിക്കാൻ വേണ്ടി ഒരു പ്രായം ചെന്ന ഒരു സെക്യൂരിറ്റിക്കാരനെ, സ്കൂൾ സെക്യൂരിറ്റിക്കാരനെ ഇയാളാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു. എത്ര കാലം അയാൾ ജയിലിൽ കടന്നു? അയാൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കി. അയാളെ എത്ര ആളുകൾ, നാട്ടുകാർ എല്ലാവരും വിശ്വസിച്ച് കാണും. അയാളെ കുടുംബക്കാർ, അയാളെ ഭാര്യ, അയാളെ മക്കൾ, ഇവരൊക്കെ ആൾക്കാർ മുമ്പിൽ നടന്നു പോകണം. ഇതൊക്കെ ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് കൊടുക്കുമ്പോൾ ഈ സ്ത്രീകൾക്കെതിരെ കേസെടുക്കാൻ വല്ല വകുപ്പുണ്ടാകണം. അധിക കാലമൊന്നായിട്ടില്ല, മലപ്പുറം തന്നെയാണ് തോന്നുന്നുണ്ട്. ഒരു പെൺകുട്ടി ഗർഭിണിയായ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു ഇതിന് കാരണക്കാരന് ഒരു ചെക്കനെ, ഒരു 20 വയസ്സായ ചെക്കനെ കാണിച്ചു കൊടുത്തു, ഇവനാണെന്ന് പറഞ്ഞു. ആ ചെക്കൻ ജയിലിൽ കടന്നു. എത്ര പേര് അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും? എത്ര പേര് അവനെ എന്തൊക്കെ, അവൻ്റെ ഉപ്പയും ഉമ്മയും പോയി ചിലപ്പോൾ വിശ്വസിച്ച് പോയി വെക്കും ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നില്ല. അവസാനം DNA ടെസ്റ്റ് എടുത്തപ്പോഴാണ് അത് ഓൻ്റെ കുട്ടിയല്ലാന്ന് മനസ്സിലായത്. അതുവരെ ചെക്കൻ ജയിലിലാണ്. എന്നിട്ടും പോലീസ് എന്താ പറഞ്ഞത്? ഗർഭം അവൻ്റെ അല്ലാന്ന് തന്നെ ഉള്ളൂ, പീഡന പരാതി നിലവിലുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ എന്താ പറയുക, ചെറുപ്പത്തിൽ ഒരു അധ്യാപകനെ തന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അത് ഫേക്കാണെന്ന് പറഞ്ഞ ഒരു വിഷമം കൊണ്ട് സ്ത്രീ വന്ന് പറഞ്ഞു. ആ അധ്യാപകനും കടന്നിട്ടുണ്ട് ജയിലിൽ. എന്തുകൊണ്ട് ആ സ്ത്രീക്കെതിരെ കേസെടുക്കണില്ല? അഭിമാനം എന്ന് പറയുന്ന സാധനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമാണ്. അതിന് സ്ത്രീകൾക്കൊരു എക്സ്ട്രാ അഭിമാനമൊന്നുമില്ല. പരസ്പരം പ്രണയത്തിലായ 2 പേര്, അതിൽ പുരുഷൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ, അല്ലെങ്കിൽ പ്രണയത്തിൽ നിന്ന് പിന്മാറിയാൽ ആ പുരുഷനെതിരെ കേസെടുക്കും. അല്ലെങ്കിൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ കാമുകി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പറയും വേണ്ട, അവൻ്റെ രാഷ്ട്രീയവും അവൻ്റെ അയൽവാസികളുടെ രാഷ്ട്രീയം വരെ ചർച്ചയാക്കപ്പെടും വിഷയത്തിൽ. എന്നാൽ നേരെ തിരിച്ചാണെങ്കിൽ പുരുഷൻ സൂസൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീക്കെതിരെ ഒരു ഒരു കേസും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വിഷയം തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് ആ പുരുഷൻ്റെ വിധി നിരീക്ഷണം സമാധാനിക്കും എല്ലാവരും. സമൂഹം, നിയമം ഒക്കെ അതേപോലെ തന്നെ, ഒരേപോലെയാണ് ആ കാര്യത്തിൽ. പിന്നെ നിഷ്കളങ്കരായ ആത്മാർത്ഥമായി പ്രേമിക്കുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത്, വിവാഹ വാഗ്ദാനം നൽകിയാലും എന്താ പറയുക, അവന് അത് കാണിച്ചാലും എന്ത് കാണിച്ചാലും അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിന്നു കൊടുക്കാതിരിക്കുക.